ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഞാൻ വീട്ടിലേക്ക് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. കുറേയൊക്കെ സാധനങ്ങൾ ഞാൻ ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ട്. 1-2 പ്രോഡക്ട്സ് ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്തവയുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ അധികം സാധനങ്ങളും ഓൺലൈനിൽ ആമസോണിൽ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ കോമൺ ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. ഈ ഒരു പാക്കിങ്സ് ഒക്കെ വന്നിട്ട് പലപ്പോഴായിട്ട് ഞാൻ വാങ്ങിയ സാധനങ്ങളാണ്. ഇതെല്ലാം വാങ്ങിയിട്ട് ചില സാധനങ്ങളൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓൺലൈനിൽ പാഴ്സലൊക്കെ വന്നു കഴിയുമ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഭയങ്കര ഒരു ആകാംക്ഷയായിരിക്കുമല്ലോ. കവറുകളൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇത് 2 റോളായിരുന്നു. ടിഷ്യൂ പേപ്പർ പോലത്തെയാണ്. നമുക്ക് റീയൂസബിൾ ആണ്. നമുക്ക് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ചെറിയ ഒരു 6 ലൈൻ പ്രിൻ്റുള്ള ഒരു ടിഷ്യൂ പേപ്പർ പോലത്തെ ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ നമുക്ക് കിച്ചണിൽ എന്തെങ്കിലും തുടയ്ക്കുന്നതിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ കണ്ടപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയതുകൊണ്ട് ഞാനിത് 2 പാക്കറ്റാണ് 2 റോളാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രൊഡക്ട്സിൻ്റെ ലിങ്കും അതിൻ്റെ വിലയും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതൊരു ടിഷ്യൂ ഹോൾഡറാണ്. നമുക്ക് കിച്ചണിലൊക്കെ വെക്കാൻ പറ്റുന്ന ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡർ. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പൗഡർ കോട്ടഡ് ആയിട്ടുള്ളൊരു മെറ്റാലിക് ഫ്രെയിമാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം കാണിച്ച ഇതുപോലുള്ള ടിഷ്യൂ പേപ്പേഴ്സൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ കിച്ചൺ ടേബിളിൽ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ്. വേണമെങ്കിൽ ഡൈനിങ് ടേബിളിൽ വെക്കാം. നമുക്ക് പെട്ടെന്ന് ടിഷ്യൂ എടുക്കേണ്ട ആവശ്യമൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാനിരിക്കുകയും ചെയ്യും. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന നോർമൽ ടിഷ്യൂ പേപ്പറും നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രൈസ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. ഇതൊരു പോപ്സിക്കിൾ സെറ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുകാലമൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഫ്രൂട്ട് പോപ്സിക്കിളൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോപ്സിക്കിൾ സെറ്റ്. ഇത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ പോലത്തെയാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. ഞാൻ 6 ഉള്ള ഒരു സെറ്റാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ കുറച്ച് ലൈൻസ് ഒക്കെ ഉണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മോഡലാണ് ഞാൻ മേടിച്ചത്. പല തരത്തിലുള്ള മോഡലുകൾ നമുക്ക് ആമസോണിലും ഓൺലൈൻ ഷോപ്പുകളിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു സിലിക്കോൺ മെറ്റീരിയലിൻ്റെ പോപ്സിക്കിൾ ഒരു കുൾഫി മോഡ് മേടിച്ചിരുന്നു. പക്ഷേ സിലിക്കോണിൽ യൂസ് ചെയ്ത സമയത്ത് എനിക്കത് കറക്റ്റായിട്ട് മോൾഡ് നല്ല ഷേപ്പിലൊന്നും കിട്ടിയിരുന്നില്ല. ഞാൻ എപ്പോഴും അത് പുറത്തെടുക്കുന്ന സമയത്ത് അത് പീസസൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകും കുൾഫിയുടെ. അപ്പോൾ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തവണ ഇത് മേടിച്ചത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കുട്ടികൾക്ക് പറ്റുന്ന നല്ല ഫ്രൂട്ട് പോപ്സിക്കിളിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിവ്യൂസ് പറയുന്നതാണ്. അടുത്ത ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് കുറച്ച് സ്പാച്ചുലാസ് ആണ്. ഒരു സെറ്റ്സ് ആണ്. 3 എണ്ണമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതും ഇതുപോലെ നമുക്ക് കറികളൊക്കെ കോരിയെടുക്കാൻ പാകത്തിനുള്ളതും. ഇത് കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയാണ്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒന്നാണ് ഈ ഒരു സ്പാച്ചുലയുടെ സെറ്റ്. ഇത് കരോട്ടെ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഒരു നൈഫ് യൂസ് ചെയ്യുന്ന കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അതും കരോട്ടെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സാണ് അവരുടേത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അടുത്ത ബോക്സ് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാനിത് ഓപ്പൺ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇതും ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. കുറേ നാളുകളായിട്ട് ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതൊരു പൊട്ടറ്റോ മാഷറാണ്. കാണാൻ നല്ല ക്യൂട്ടായിട്ട് തോന്നി. കാരണം ഒരു വുഡൻ ഹാൻഡിലാണ് ഇതിന്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ പൊട്ടറ്റോ മാഷ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്.
അടുത്ത പ്രോഡക്റ്റ് ഒരുപക്ഷെ നിങ്ങളിൽ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. ഇത് നമ്മൾ കിച്ചണിലൊക്കെ വൈപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഷീറ്റ്സ് ആണ്. ഇത് നമുക്ക് വൈപ്പ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് സ്ക്വീസ് ചെയ്ത് ഡ്രൈ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് 5 കളേഴ്സാണുള്ളത്. ഇത് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാനത് യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിവ്യൂസ് പറയുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ആമസോണിൽ ഞാനതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ കുറേ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തത്. ഇന്നത്തെ കാലത്ത് നമുക്ക് വീടുകളിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു വൈപ്സ്. ഇത് ഒരു ബോക്സാണ്. ഇത് നമുക്ക് കിച്ചണിലേക്ക് യൂസ് ചെയ്യുന്നതല്ല. ഞാനിതൊരു പേഴ്സണൽ യൂസിനായിട്ട് മേടിച്ച ഒരു ബോക്സാണ്. അപ്പോൾ ഈ ബോക്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന്. ഇത് മറ്റൊന്നുമല്ല, നമുക്ക് വാച്ചൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് പറ്റിയ ഒരു ഓർഗനൈസറാണ്. വാച്ച് ബോക്സ് ഓർഗനൈസറാണ്. അപ്പോൾ കാണാൻ കുറച്ചൊരു നല്ല ക്വാളിറ്റി ഉള്ളതുപോലെ തോന്നി. അപ്പോൾ ഞാനത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. നമ്മൾ സാധാരണ വീട്ടിലെ എല്ലാവരുടെയും വാച്ചൊക്കെ ഒരേ സ്ഥലത്ത് ഒരുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിന് ഇത് ഹെൽപ്ഫുള്ളാണ്. ഇത് തന്നെ 2 നിരയുള്ള ടൈപ്പിലും വരുന്നുണ്ട്. ഞാനിവിടെ 6 ബോക്സസ് ഉള്ള, അതുപോലെ 6 കള്ളികളുള്ള ഇതുപോലത്തെ സിംഗിൾ ലൈൻ ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. കാരണം നമ്മൾ വീടുകളിൽ വാച്ചൊക്കെ കുട്ടികളൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്തിട്ട് വെറുതെ ഗ്രാനൈറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ലാബിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ വീഴുകയൊക്കെ ചെയ്ത് അതിൽ സ്ക്രാച്ചൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞോ അല്ലെങ്കിൽ കോളേജൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഊരി ഒന്ന് തുടച്ച് വിയർപ്പൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഉണങ്ങിയ തുണി കൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം ഇതിലെടുത്ത് വെക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അത് നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു ബോക്സാണ്. അടുത്തത് കുറച്ച് നീളമുള്ള ഒരു ബോക്സാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കുറേ നാളുകളായിട്ട് ഞാനിങ്ങനെ മേടിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലിരുന്ന ഒരു സാധനമാണ്. എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവർ യൂസ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് എനിക്കിത് മേടിക്കാനായിട്ട് തോന്നിയത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഓൺലൈനിൽ ഒരുപാട് കാണുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് പാത്രമൊക്കെ കഴുകിയിട്ട് നമുക്ക് സിങ്കിൻ്റെ മുകളിൽ ഇത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ പാത്രങ്ങൾ വെള്ളം വാർന്ന് താഴേക്ക് പോവുകയും നന്നായിട്ട് അത് ഉണങ്ങി കിട്ടാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ആവശ്യമില്ലാത്ത സമയത്ത് നമുക്കിതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമുക്ക് ഒട്ടും തന്നെ സ്ഥലം നമുക്ക് വേസ്റ്റ് ആകുന്നില്ല. ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് മടക്കി എടുത്ത് വെക്കാം. പാത്രം കഴുകുന്ന സമയത്ത് മാത്രം നമുക്ക് എടുത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ നല്ല ചൂടുള്ള സാധനങ്ങളൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കാനും വളരെ നല്ലതാണ്. അടുത്തത് നമ്മൾ ഒരു ബട്ടർ പേപ്പർ പോലെ, ഒരു ക്ലീൻ റാപ്പല്ല, ഇത് ശരിക്കും റാപ്പിംഗ് പേപ്പറാണ്. ഇത് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് തീർന്നു. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഈ ഒരു ഡയമണ്ട് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. 2 റോൾ ഒരുമിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഷവർമയോ അല്ലെങ്കിൽ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് റാപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ഇത് എല്ലാവരും തന്നെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയായിരിക്കും. കുറച്ച് പ്രിൻറ്റഡ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ സാൻഡ്വിച്ചൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതിനകത്തൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കളർഫുള്ളായിട്ടിരിക്കും. നല്ല ഒരു ബട്ടർ പേപ്പർ പോലെ തന്നെയാണ് ഇത്. അത്യാവശ്യം ഒരു മീഡിയം ക്വാളിറ്റി ഉള്ളൊരു പേപ്പറാണ്. നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ ഇത് ധാരാളം മതിയാകും. ഇതിൻ്റെ 2 റോളാണ് ഉള്ളത്. അടുത്ത പ്രോഡക്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു ഷീറ്റാണ്, ഒരു മൈക്രോ ഫൈബർ ഷീറ്റ്. ഇത് നമ്മൾ ഓൺലൈനിൽ എപ്പോഴും കാണുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ ഇതിന് ഞാൻ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. നല്ല ഒരു മൈക്രോ ഫൈബർ മെറ്റീരിയലും ബാക്കിൽ ഒരു ചെറിയൊരു ഗ്രിപ്പോട് കൂടിയ ഒരു റബ്ബർ ബേസ്ഡ് ബാക്ക് സൈഡുമാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച അത്ര ഒരു വലിപ്പം ഇതിനുണ്ടായിരുന്നില്ല. നമ്മൾ ഓൺലൈനിൽ ആമസോണിൽ അതിൽ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി നീളമുള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ അത്രയ്ക്കൊന്നുമില്ല, ഇത് വളരെ ചെറുതാണ്. ക്വാളിറ്റി വൈസ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ഞാനത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ യൂസ് ചെയ്തതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയുണ്ട്, ഇത് അബ്സോർബ് ചെയ്യുമെന്ന് അറിയാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം. ഇത് വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്യുമെന്നാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ റിവ്യൂസും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്കൊരല്പം വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ച് നോക്കാം. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വിരിച്ചതിന് ശേഷം പാത്രമൊക്കെ കഴുകിയിട്ട് വെള്ളം വാർന്നു പോകാനായിട്ട് ഇതിലേക്ക് കമഴ്ത്തി വെക്കാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ രാത്രിയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട് അത് വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലെ വെള്ളം ഒട്ടും തന്നെ വന്നിട്ടില്ല. ഇത് കുറേ നാളുകളായിട്ട് ഞാൻ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇതൊരു വുഡൻ ട്രേ പോലെയൊക്കെയുള്ള ഒന്നാണ്. പക്ഷേ
ഇത് വന്ന സമയത്ത് കുറച്ചിങ്ങനെ ഒരു പൂപ്പൽ പോലെ ഇവിടെ ഇങ്ങനെ ഒരു കറുത്ത കളറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതാണ്. ജസ്റ്റ് നമുക്കൊരു ഷോപ്പ് പീസായിട്ട് ഡൈനിങ് ടേബിളിലൊക്കെ ഫ്രൂട്ട്സൊക്കെ വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സെർവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പ് പീസ് മാത്രമായിട്ട് വെക്കാനൊക്കെ പറ്റുന്ന ഒന്നാണ്. കാണാനുള്ള ഈ ഒരു വുഡൻ പീസിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു സോസ് പാനാണ് സ്റ്റീലിൻ്റെ. നമ്മൾ വളരെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഒരു ലിഡോട് കൂടിയിട്ടുള്ള ഒന്നാണ്. എൻ്റെ കമ്പനി എന്ന് പറയുന്നത് ഡയമണ്ട് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള സോസ് പാനൊക്കെ നോക്കി മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ബ്രാൻഡിലുള്ളത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഹാൻഡിലാണെങ്കിലും സാധാരണ നമ്മൾ ഫൈബർ കോട്ടഡ് ഹാൻഡിൽസാണ് കാണുക. ഞാൻ ഒരുപാട് സോസ് പാൻ മേടിച്ചിട്ട് കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ വിട്ടുപോകും. പിന്നെ അത് എങ്ങനെ വെൽഡ് ചെയ്താൽ പോലും ശരിയാകാറില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. കുറച്ച് നാളുകളായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നതാണ്, പുതിയതല്ല. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര നന്നായിട്ട് ചൂടായാൽ പോലും ഇതിൻ്റെ ഹാൻഡിൽ ഒട്ടും തന്നെ ചൂടാകുന്നില്ല. അപ്പോൾ നമുക്കതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ ആദ്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്തായാലും സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഹാൻഡിലിനും നല്ല ചൂടായിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഹാൻഡിൽ ചൂടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു സോസ് പാനാണ്, നല്ല ക്വാളിറ്റിയാണ്. 3 ലെയർ കോട്ടിംഗ് ഉള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ചൂടാകുകയും ചെയ്യും. നമ്മൾ എന്തെങ്കിലും തിളപ്പിക്കാൻ, പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചാൽ പെട്ടെന്ന് തിളച്ച് കിട്ടും. അതുപോലെ ആ ചൂട് കുറച്ച് നേരം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സോസ് പാനൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡ് ട്രൈ ചെയ്യാവുന്നതാണ്. കുറേ നാളുകളായിട്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. വീഡിയോ ഏകദേശം ഒരു 2 മാസത്തോളം വീഡിയോസ് ഇടാനായിട്ട് വൈകിപ്പോയി. അപ്പോൾ പേഴ്സണലായിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് അതിനിടയിൽ വീഡിയോയുടെ മുന്നിൽ വരാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മൾ വീഡിയോസ് റെഗുലറായിട്ട് എല്ലാ തിങ്കളാഴ്ചയും 3:30 അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.